ഈ ബീഫ് കറി ഞാനൊരു ചെറിയൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. സോസും വേണ്ട, ഐറ്റത്തിലും ചിക്കനും. ഇവിടെ വെച്ച വയ്ക്കാൻ പോകുന്നത് ബഷീർ. അത് നോക്കി കൂട്ടിച്ചിട്ട് ഇവിടെ അല്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മോൾക്ക് 3:30 സ്കൂൾ വിടും കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റോഡിലേക്ക് അവളെ കൂട്ടാനായിട്ട് പോകാമെന്ന് കേട്ടോ. ബാഗ് ഒറ്റയ്ക്ക് എടുത്തിട്ട് വരാൻ പറ്റില്ല, കാരണം റോഡിൽ ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ. അതുകൊണ്ട് അവളെ കൂട്ടിയിട്ട് വരണം. ഇവൾക്ക് ഇന്ന് സ്കൂളില്ല, ഒരാൾക്ക് സ്കൂളില്ല കേട്ടോ. കുത്താത്താനെ കൂട്ടാൻ പോകുന്നുണ്ട്. ഇത്ര സമയം ബോറടിച്ചിരിക്കുന്നുണ്ടായത്. അപ്പോൾ ഓളെത്തിക്കഴിഞ്ഞപാട് രണ്ടാളും തുറന്നു അടിയാവാൻ വേണ്ടി. അതാ മൊബൈലിനാണ് ഇവർ മെയിൻ അടി. ഹായ്. എന്ത് കൊറേ പഠിപ്പിച്ചിനെ? അമ്മ ഇന്നില്ലേ ഒരു പെണ്ണ് ഓടുമ്പോ ഒരു പെണ്ണിന്റെ കറി എന്റെ മേത്തേക്ക് മറിഞ്ഞു. കണ്ണിനായി കണ്ണൊക്കെ കത്തി എന്തിനാ കൊണ്ട് കൈയുടെ മറക്കില്ലേ എല്ലാവരുടെ ഭക്ഷണം. ഇത് വിശേഷം ഇതെല്ലാം കഴിച്ചിനാ? സ്നാക്കിന്റെ ഓറഞ്ചിന്റെ അല്ല മുസ്ലിമിന്റെ തൊലിയും ക്രിസ്ത്യന്റെ ചൊലി കഴിക്കാനുണ്ട്. ആ കളയാൻ താഴെപ്പോണ്ടാകും മടിയായി. ഞാൻ വിചാരിച്ച് ഈ വരുമ്പോഴേക്ക് സ്കാൻ കേക്കെല്ലാം ആക്കിയിട്ട് വെക്കാമെന്ന്. പക്ഷെ ആക്കിയിട്ടാ ഉമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചത് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഉമ്മനെ കൊണ്ട്. ഫോണ് എടുത്ത് കയ്യിൽ പിടിച്ചതാ. രണ്ടാളും അടി സ്റ്റാർട്ട് ചെയ്യും ഇപ്പം അല്ലേ? രണ്ടാളും അടി സ്റ്റാർട്ട്. ഫോൺ ആരും നോക്കുന്നില്ല. നമുക്ക് പോക്കായി ഹോസ്പിറ്റലിലേക്ക് പോക്കായി. ഇപ്പോൾ സ്കൂൾ 3:30 വിട്ടതുകൊണ്ട് തന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോൾക്ക് തണുത്ത ലൈമും മതിയെന്നിട്ട് ലൈമും സപ്പോർട്ടേയും കൊടുത്തു കേട്ടോ. ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോ വന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. നേരത്തെ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4:30 ആകുമ്പോൾ ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോന്ന്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പും വീട്ടിൽ നിന്ന് വിശപ്പില്ല. വീട്ടിൽ പുറത്തിറങ്ങിയാൽ ഭയങ്കര വിശപ്പ്. എന്നിട്ട് ഗേസ് നിങ്ങൾക്കറിയാം എന്താ ഗേസ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഉമ്മാക്ക് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂറത്തെ കട്ട പോസ്റ്റിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഉമ്മാക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പം ചായ കുടിച്ചിട്ട് തന്നെ പോവാന്ന് വിചാരിച്ച്. വാങ്ങിയത് സോസൊന്നും വേണ്ട, ഐറ്റത്തിലും ചിക്കനും. For our Oreo shake. Finally, our Oreo shake is coming. ചായ കുടിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ സമയം ഒരുപാട് വൈകി. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞോട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പം ഞാൻ സാധനം എടുത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. ഉമ്മ കുളിക്കുമ്പോൾ തേക്കാനെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഈ 4 എണ്ണമൊക്കെ എന്തിനു വാങ്ങിയെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഓരോ സാധനമായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡാക്കണം. അപ്പോൾ ബീഫ് കറിയും ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബീഫിൻ്റെ
കറിക്കുള്ള ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. പിന്നെ ദോശൻ്റെ മാവും ഉണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ രാത്രിയൊക്കെയുള്ള ബീഫ് കറി റെഡിയാക്കാൻ പോകാൻ കേട്ടോ. ഈ ബീഫ് കറി ഞാനൊരു ചെറിയൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. അപ്പം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 10 ഏലക്കായ ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക, അപ്പോൾ വലിയ ജീരകം ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഉണക്കമുളകില്ലേ അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം പൊടിക്കണ്ട കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഈ ചെറിയ ജാറില്ലേ ഒന്നുകൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രഷ് ചെയ്ത് വെച്ച സാധനം ഒന്ന് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് അതേ ജാറിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാനിതാ ഒരു 5-6 ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണൊന്നും ഞാൻ നോക്കിയിട്ട് ഗൈസ്, ഞാനിങ്ങനെ ഒരു കണക്ക് വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നമ്മൾ ബീഫ് കറിയിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെല്ലുള്ളിട്ട് കറി വെക്കുന്നതിനെക്കാട്ടിൽ ചെറിയുള്ളിട്ട് കറി വെച്ചാൽ വേറെ നല്ലൊരു ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ. ഇതും ഒരു എൻ്റെ ഒരു കണക്കിലെടുത്തതാണ്. 1 കിലോ ബീഫിന് ഞാനൊരു 10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടാവും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പം ഇതും നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇതുകൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കുക്കർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 2 പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം. നമ്മളിതിൽ ഫസ്റ്റ് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മസാല ഇല്ലേ പൊടിച്ച് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഈ ഓഫ് ചെയ്തിട്ടോ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ നമുക്ക് അരിഞ്ഞു പോകും. പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിതിൽ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 4-5 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇത് വെക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനായോണ്ട് ഇതുണ്ട്, ഒരു പരിപാടി ഉണ്ട് സ്കൂളിൽ, ക്ലാസ് ഫീസ് പരിപാടി 1 തൊട്ട് 6 വരെ. ഒരു ബോളാക്കണം. ബോൾ എന്താ പറയുന്നില്ല, നമ്മളൊരു മതിയിലാക്കണം. ഫുൾ പോസ്റ്റർ സ്റ്റോറി അങ്ങനെ ഒട്ടിച്ചിട്ട് ആക്കിയിട്ട് ജഡ്ജസ് വന്നിട്ട് നോക്കിയിട്ട് ഏറ്റവും നല്ല ക്ലാസ് ചെയ്ത് അവർക്ക് പിന്നെ അവരെ അവർക്ക് അത് സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താ അറിയില്ല, നോക്കട്ടെ. പാത്തുമ്മാന്റെ ചെടിയാ, പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. Look guys, the water is coming out. Yeah guys, water is coming down, but she's coping me guys, she's coping. She's coping me that lady. First now already ready ആക്കി, രണ്ടതായിട്ട് റെഡി ആക്കിയതാണ്. എന്നിട്ട് മാം പറഞ്ഞു ഇത് കൂടി ഇത് രസമുണ്ടാ, ഇത് ഇവിടെ വെച്ചതാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ആക്കിയത്, അത് തെറ്റിയതാണ്. ഇത് രസമുണ്ടാ പറയണേ, കാണിച്ചു കൊടുത്തു. ഇല്ലുണ്ട് ഇവിടെ വരച്ച വൈക്കം മുഹമ്മദ് ബഷീർ. ഞാനല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിങ്ങനെ നിൽക്കാത്തേ, അത് നിൽക്കാൻ വേണ്ടി പിടിച്ചിട്ടാണ്. മനുഷ്യനായി ജീവിക്കട്ടെ, സ്നേഹമുള്ള ലോകം നിറയട്ടെ. ഇത് ഇവളെ ഇഷ്ടത്തിന് ഇവള് റെഡിയാക്കിയതാണ്. ഇത് ടീച്ചർ പറഞ്ഞിട്ട് ഇത് അയച്ചു കൊടുത്തിട്ട് അത് നോക്കി കോപ്പി അടിച്ചിട്ട് ഇവളും വരുത്തുന്നു. അല്ല ഓ നോക്കിയിട്ട് വരുത്തുന്നത് പോലെ അല്ലേ, കോപ്പി അടിയല്ല കേട്ടോ. അപ്പൊ കൊറേ നേരത്തെ ചിത്രം കംപ്ലീറ്റ് ആയി സൂപ്പർ നോക്കിയിട്ട് നമുക്ക് പറയാൻ ആദ്യം ചേച്ചി വരച്ചിട്ടില്ല. അതിന് പാർട്ടി 2 ആണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഗൈസ്.
ഇത് നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ട് ബീഫ് കുറച്ച് നല്ല സ്പൈസിയാണ് കേട്ടോ. ഇത് നല്ല എരിവൊക്കെ ഉണ്ടാവും. അപ്പം നല്ല തിക്കായിട്ട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കറി റെഡിയായി കഴിഞ്ഞ് പിന്നെയാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ കുക്കറിലെല്ലാം ഇട്ടിട്ട് വെക്കുന്ന സമയവും വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ദോശ റെഡിയാക്കണം കേട്ടോ. ദോശയും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ രാത്രിയത്തെ ഫുഡ് റെഡിയായി. ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ടിതാ രണ്ടാളും കുളിച്ച് ഫ്രഷായി വന്ന് കണ്ട അടുത്ത പരിപാടി ഇതാ. ഞാൻ ഉണ്ടാക്കും ഫുഡ് കൊടുക്കാൻ പോകും. ഫുഡ് കൊടുത്തിട്ട് വേഗം ഉറക്കണം. ഫുഡ് കഴിക്കാലോ എനിക്ക് ബാ. അപ്പം മക്കൾക്ക് ഫുഡ് കൊടുക്കാണ്. അപ്പോൾ കറി കുറച്ച് എരിവുണ്ട് തന്നെ ഞാൻ പീസ് മാത്രം ഇട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രണ്ടാളും. ഈ രണ്ട് പാവക്കുട്ടികളില്ലാണ്ട് ഇവർ ഉറങ്ങൂല കേട്ടോ. അതൊന്നും അടുത്ത് വെച്ചിട്ട് കെട്ടി പിടിച്ചിട്ട് ഉറങ്ങൂല രണ്ടാളും. തണുപ്പല്ലേ എന്തിനാ ഏസി എന്നാ പുതക്ക് ഉറങ്ങിക്കടിച്ചിട്ട് വരുന്ന കേട്ടാ. ഇങ്ങനെ രണ്ടാളും ഞാൻ വരുമ്പോഴത്തേക്ക് ഉറങ്ങണം. ഫോണ് നോക്കാൻ പാടില്ല. ഫോണ് മാറ്റി വെക്കണം. ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ഫോൺ മാറ്റി വെക്ക് സന. അപ്പം മക്കളെ ഉറങ്ങാൻ കിടത്തിയതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ ഞാൻ വാഷിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊന്ന് ആറിയിടണം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ടെറസിൽ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ആറിയിടുകയാണ്. ഇനി ഫുഡ് കഴിക്കണം, ഉറങ്ങണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.